ഹായ് ഡിയർ സ്റ്റുഡൻസ്, പി എസ് സി എക്സാമിൽ എല്ലാ ഉദ്യോഗാർത്ഥികളെയും ടെല്ല പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് വിധു. ഞാൻ കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട് ഫിസിക്സ് ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രൊജക്ട് 5A ബന്ധപ്പെട്ട് പി എസ് സി ഫിസിക്സിൽ ഇപ്പോ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലെൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആദ്യം ലെൻസ് എന്താണെന്ന് പരിചയപ്പെടുകയാണ്. ഈ ലെൻസ് എന്താണ് എന്നറിയുന്നതിന് മുമ്പ് നമ്മളൊരു വസ്തുത അറിഞ്ഞിരിക്കണം. വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടുന്നുണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ നമ്മൾ പ്രധാനമായും മൂന്നായി തരംതിരിക്കാറുണ്ട്. ഏതൊക്കെയാണ് മൂന്ന് തരം വസ്തുക്കൾ എന്ന് ചോദിച്ചാൽ സുതാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ. അങ്ങനെ വസ്തുക്കളെ മൂന്നായി തരംതിരിക്കാറുണ്ട്. സുതാര്യ വസ്തു എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട് എന്ന് പറയും. അധാര്യ വസ്തു എന്ന് പറയുമ്പോൾ ഒപ്പേക്ക് ഒബ്ജക്ട് എന്ന് പറയും. അർദ്ധധാര്യ വസ്തു എന്ന് പറയുമ്പോൾ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട് എന്ന് പറയും. എന്താണ് സുതാര്യ വസ്തു എന്ന് പറയുന്നത്? സുതാര്യ വസ്തു എന്താണെന്ന് ചോദിച്ചാൽ പ്രകാശത്തെ നല്ല രീതിയിൽ കടത്തിവിടുന്ന ഇതുപോലെയുള്ള ഗ്ലാസ് പോലെയുള്ള വസ്തുക്കൾ, പ്രകാശത്തെ നല്ല രീതിയിൽ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? സുതാര്യ വസ്തുക്കൾ, ട്രാൻസ്പെറന്റ് ഒബ്ജക്ട് എന്ന് വിളിക്കുന്നത്. അത്തരം വസ്തുക്കൾ പ്രകാശത്തെ നല്ല രീതിയിൽ കടന്നു പോകാൻ അനുവദിക്കും. എന്നാൽ ചില വസ്തുക്കൾ പ്രകാശത്തെ കടന്നു പോകാൻ അനുവദിക്കില്ല. ഇപ്പൊ ഇതൊരു തടിയാണ്. ഈ തടി അല്ലെങ്കിൽ കോൺക്രീറ്റ് തുടങ്ങിയ വസ്തുക്കൾ പ്രകാശം കടന്നു പോകാൻ അനുവദിക്കില്ല. അങ്ങനെ പ്രകാശം കടന്നു പോകാൻ അനുവദിക്കില്ല എങ്കിൽ അത്തരം വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് അധാര്യ വസ്തുക്കൾ, ഒപ്പേക്ക് ഒബ്ജക്ട്. ഇനി മറ്റു ചില വസ്തുക്കൾ, ഇപ്പൊ ഇതൊരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. അപ്പൊ ഈ മറ്റു ചില വസ്തുക്കൾ ഭാഗികമായി മാത്രം പ്രകാശത്തെ കടത്തിവിടും, പാർഷ്യലായിട്ട് മാത്രം പ്രകാശത്തെ കടത്തിവിടും. വരുന്ന എല്ലാ പ്രകാശത്തെയും കടത്തിവിടില്ല, ഭാഗികമായി പ്രകാശത്തെ കടത്തിവിടും, പാർഷ്യലായിട്ട് കടത്തിവിടും. അത്തരം വസ്തുക്കളെയാണ് ഏത് പേരിട്ട് വിളിക്കുന്നത്? അർദ്ധധാര്യ വസ്തുക്കൾ, ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രകാശം നല്ല രീതിയിൽ കടന്നു പോകാൻ അനുവദിക്കുകയാണെങ്കിൽ അത്തരം വസ്തുക്കളെ സുതാര്യ വസ്തു എന്ന് വിളിക്കും. പ്രകാശം കടന്നു പോകാൻ അനുവദിക്കുന്നില്ല എങ്കിൽ അധാര്യ വസ്തു എന്ന് വിളിക്കും. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുകയാണെങ്കിൽ അർദ്ധധാര്യ വസ്തു എന്ന് വിളിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ ഒരു ഭാഗത്തൂടെ നോക്കുന്ന സമയത്ത് എനിക്ക് മറുഭാഗത്തുള്ള ആളുകളെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? കാണാൻ സാധിക്കും. ട്രാൻസ്ലൂസന്റ് അർദ്ധധാര്യ വസ്തു ആണെങ്കിൽ എനിക്ക് അത്ര വ്യക്തമായി കാണാൻ സാധിക്കില്ല. ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണെങ്കിൽ എനിക്ക് അപ്പുറത്തുള്ള വസ്തുവിനെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? കാണാനേ സാധിക്കില്ല. സോ ആ രീതിയിലും നമുക്ക് അതിനെ ഓർത്തു വെക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ വസ്തുക്കളെ മൂന്നായി തരംതിരിച്ചു: സുതാര്യ വസ്തു, അധാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു. നെക്സ്റ്റ്, സുതാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഗ്ലാസ് സുതാര്യ വസ്തുവാണ്, തെളിഞ്ഞ ജലം സുതാര്യ വസ്തുവാണ്, എയർ സുതാര്യ വസ്തുവാണ്, നമ്മൾ പഠിക്കാൻ പോകുന്ന ലെൻസ് ഇത് സുതാര്യ വസ്തുവാണ്. അധാര്യ വസ്തുവാണ് തടി, മെറ്റല്, കാർഡ്ബോർഡ്, കോൺക്രീറ്റ്, ഇതെല്ലാം അധാര്യ വസ്തുക്കളാണ്. അർദ്ധധാര്യ വസ്തുവാണ് മിൽക്ക്, ഇല, ഫോഗ്, ബട്ടർ പേപ്പർ, ഇതൊക്കെ ഏതുതരം വസ്തുക്കളാണ്? അർദ്ധധാര്യ വസ്തുക്കളാണ്. അപ്പൊ പ്രകാശത്തെ നല്ല രീതിയിൽ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ എന്ന് വിളിക്കുന്നത്. പ്രകാശം കടന്നു പോകാൻ അനുവദിക്കാത്ത വസ്തുക്കളെയാണ് അധാര്യ വസ്തുക്കൾ എന്ന് വിളിക്കുന്നത്. ഭാഗികമായി പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ലെൻസിനെ കുറിച്ചാണല്ലോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ലെൻസിന്റെയും പ്രിസത്തിന്റെയൊക്കെ നിർമ്മാണത്തിന് ഒരു ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്ലാസ് ഏത് വസ്തുവാണ് നമ്മൾ കണ്ടു? സുതാര്യ വസ്തുവാണ് അല്ലേ? അപ്പൊ ലെൻസിന്റെയും പ്രിസത്തിന്റെയൊക്കെ നിർമ്മാണത്തിന് ഒരു ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. ലെൻസിന്റെയും പ്രിസത്തിന്റെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസിന്റെ പേര് ഫ്ലിന്റ് ഗ്ലാസ് എന്നാണ്. ഗ്ലാസ് ഏതുതരം വസ്തുവായിരുന്നു? സുതാര്യ വസ്തുവാണ്. അങ്ങനാണെങ്കിൽ ലെൻസും ഏതുതരം വസ്തു എന്ന് പറയാൻ സാധിക്കും? സുതാര്യ വസ്തുവാണ്. ഞാൻ കണ്ണിന്റെ മുന്നിൽ ഒരു ലെൻസ് എടുത്ത് വെക്കുമ്പോൾ എനിക്ക് അപ്പുറത്തുള്ള ആളെ കാണാൻ സാധിക്കണം അല്ലേ? പിന്നെ അത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. സോ ലെൻസ് ഏതുതരം വസ്തുവാന്ന് ചോദിച്ചാൽ സുതാര്യ വസ്തുവാണ്. ഓക്കെ, ലെൻസിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം, സുതാര്യ വസ്തുവിന്റെ അടുത്തേക്ക് പ്രകാശം കടന്നു വരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സുതാര്യ വസ്തുവിന്റെ അടുത്തേക്ക് പ്രകാശം കടന്നു വരുമ്പോൾ ആ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പാതയിൽ ഒരു വ്യതിയാനം സംഭവിക്കും, ഒരു ഒടിവ് സംഭവിക്കും. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് അപവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ സുതാര്യ വസ്തുക്കളിലൊക്കെ നടക്കുന്ന പ്രകാശത്തെ കടത്തിവിടുമ്പോൾ അവരിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസമാണ് ഏതെന്ന് പറഞ്ഞത്? അപവർത്തനം. ഒരു സുതാര്യ വസ്തു പ്രകാശത്തെ കടത്തിവിടുന്ന സമയത്ത് അവിടെ നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസമാണ് അപവർത്തനം. ആ പ്രകാശം കടന്നു പോകുമ്പോൾ അതിന്റെ പാതയിൽ ഒരു വ്യതിയാനം സംഭവിക്കും. നമ്മൾ അതിനെയാണ് അപവർത്തനം എന്ന് വിളിക്കുന്നത്.
അപ്പൊ ലെൻസ് സുതാര്യ വസ്തു ആയതുകൊണ്ട് തന്നെ ലെൻസിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ അപവർത്തനമാണ് ലെൻസിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം. അപ്പൊ ലെൻസ് ഏത് തരം വസ്തുവാന്ന് ചോദിച്ചാൽ സുതാര്യ വസ്തുവാണ്. ലെൻസിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് അപവർത്തനമാണ്. ഇനി ആരെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് ലെൻസ് എന്ന് വിളിക്കുന്നത്? ഇപ്പൊ നമുക്ക് രണ്ട് തരത്തിലുള്ള ലെൻസുകൾ അറിയാം. ഇവിടെ ആ റെഡ് ഷേപ്പിൽ കാണിച്ചിരിക്കുന്ന രണ്ട് ലെൻസുകളാണ് നമുക്കറിയാം. അപ്പൊ ഈ രണ്ട് ലെൻസിന്റെയും ഉപരിതലം, ഇത് ലെൻസിന്റെ ഒരു ഉപരിതലമാണ്, ഇത് ഒരു ഗോളത്തിന്റെ ഭാഗമാണ്. ഇത് ലെൻസിന്റെ വേറൊരു ഉപരിതലമാണ്, അത് വേറൊരു ഗോളത്തിന്റെ ഭാഗമാണ്. ഇവിടെയും ഇത് ഒരു ഉപരിതലമാണ്, ഈ ഉപരിതലം ഈ ഗോളത്തിന്റെ ഭാഗമാണ്. ഇത് വേറൊരു ഉപരിതലമാണ്, അത് വേറൊരു ഗോളത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ലെൻസിന്റെ ഉപരിതലങ്ങൾ ഗോളത്തിന്റെ ഭാഗമാണ്. ഈ ലെൻസിന്റെ ഉപരിതലത്തിലാണ് പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നത്? അപവർത്തനം സംഭവിക്കുന്നത്. ലെൻസ് ഏത് തരം വസ്തുവാണ്? സുതാര്യ വസ്തുവാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ഡെഫിനിഷൻ പറയാൻ സാധിക്കും. അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമത്തെയാണ് ഏത് പേരിട്ട് വിളിക്കുന്നത്? ലെൻസ്. അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമത്തെയാണ് ഏത് പേരിട്ട് വിളിക്കുന്നത്? ലെൻസ് എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് സർഫസും ഗോളീയ ഉപരിതലങ്ങളായിരുന്നു, ഗോളത്തിന്റെ ഭാഗമായിരുന്നു. സുതാര്യ വസ്തുവാണ് ലെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് അപവർത്തനവുമാണ്. ഓക്കെ, അപ്പൊ അപവർത്തന പ്രതലങ്ങൾ ഗോളത്തിന്റെ ഭാഗമായി വരുന്ന സുതാര്യ വസ്തുവിനെയാണ് ഏത് പേരിട്ട് വിളിക്കുന്നത്? ലെൻസ് എന്ന് വിളിക്കുന്നത്. ഈ ലെൻസുകൾ രണ്ട് തരത്തിലുണ്ട്. നമുക്കറിയാവുന്ന രണ്ട് തരത്തിലുള്ള ലെൻസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോൺവെക്സ് ലെൻസും ഉണ്ട്, അത് കണക്ക് തന്നെ കോൺകേവ് ലെൻസും ഉണ്ട്. ഈ കോൺവെക്സ് ലെൻസ് മലയാളത്തിൽ അറിയപ്പെടുന്ന പേര് ഉത്തല ലെൻസ് എന്നാണ്. കോൺകേവ് ലെൻസിനെ മലയാളത്തിൽ വിളിക്കുന്ന പേര് അവതല ലെൻസ് എന്നാണ്. എന്താ കോൺവെക്സ് ലെൻസിനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? കോൺവെക്സ് ലെൻസിന്റെ അഗ്രഭാഗങ്ങൾക്ക് വീതി കുറവായിരിക്കും, മധ്യഭാഗത്തിന് വീതി കൂടുതലായിരിക്കും. കോൺകേവ് ലെൻസിലേക്ക് വരുമ്പോൾ അഗ്രഭാഗങ്ങൾ വീതി കൂടുതലാണ്, മധ്യഭാഗത്ത് വീതി കുറവുമാണ്. സോ അഗ്രഭാഗങ്ങൾ വീതി കുറഞ്ഞും മധ്യഭാഗം വീതി കൂടിയും ഇരിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. മലയാളത്തിൽ ഏത് പേരിട്ട് വിളിക്കാറുണ്ട്? ഉത്തൽ ലെൻസ്. അഗ്രഭാഗങ്ങൾ വീതി കൂടിയും മധ്യഭാഗം വീതി കുറഞ്ഞും ഇരിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ഏത് പേരിൽ വിളിക്കാറുണ്ട്? അവതല ലെൻസ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഇവർക്ക് വേറെയും ചില പേരുകളുണ്ട്. കോൺവെക്സ് ലെൻസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സംപ്രജന ലെൻസ്. ഈ സംപ്രജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കൺവേർജ് ചെയ്യിക്കുക എന്ന് പറയും. എന്താ ഈ സംപ്രജനം, കൺവേർജ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നോക്കി, ഇപ്പോ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസിന്റെ അടുത്തേക്ക് പ്രകാശരശ്മികൾ സഞ്ചരിച്ചു വരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ പ്രകാശരശ്മികൾ സഞ്ചരിച്ചു വരുമ്പോൾ ഈ ലെൻസ് ഈ വന്ന പ്രകാശരശ്മികളെയൊക്കെ അപവർത്തനത്തിന്റെ ഫലമായിട്ട് ഒരൊറ്റ ബിന്ദുവിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഒരൊറ്റ ബിന്ദുവിലേക്ക് കൊണ്ടുവരുന്നു, ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് സംപ്രജിപ്പിക്കുക എന്ന് മലയാളത്തിൽ പറയും. അതുകൊണ്ടാണ് ഈ ലെൻസിനെ ഏത് പേരിട്ട് വിളിക്കുന്നത്? സംപ്രജന ലെൻസ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ കോൺകേവ് ലെൻസിന്റെ അടുത്തേക്ക് പ്രകാശരശ്മികൾ വരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ കോൺകേവ് ലെൻസിന്റെ അടുത്തേക്ക് പ്രകാശരശ്മികൾ വരുമ്പോൾ അവൻ പ്രകാശരശ്മികളെ അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അകറ്റിക്കളയുന്നത് കൊണ്ട് വിവ്രജിപ്പിക്കുക എന്ന് പറയും. അകറ്റിക്കളയുന്നത് കൊണ്ട് ഈ ലെൻസിനെ നമ്മൾ ഏത് പേരിട്ടും വിളിക്കാറുണ്ട്? വിവ്രജന ലെൻസ് എന്ന് വിളിക്കാറുണ്ട്. സോ കോൺവെക്സ് ലെൻസ് അറിയപ്പെടുന്ന രണ്ട് പേരുകളാണ് ഉത്തല ലെൻസ്, സംപ്രജന ലെൻസ്. കോൺകേവ് ലെൻസ് അറിയപ്പെടുന്ന രണ്ട് പേരുകളാണ് അവതല ലെൻസ്, വിവ്രജന ലെൻസ്. അവതല ലെൻസ് എന്നും വിവ്രജന ലെൻസ് എന്നും അറിയപ്പെടുന്നത് കോൺകേവിനെയാണ്. ഉത്തല ലെൻസ് എന്നും സംപ്രജന ലെൻസ് എന്നും അറിയപ്പെടുന്നത് കോൺവെക്സിനെയുമാണ്. ഓക്കെ, ഇനി ഈ ലെൻസുമായി ബന്ധപ്പെട്ട് ചില പദങ്ങളുണ്ട്. ആ പദങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ഇത് ലെൻസ് ആണെന്ന് നമുക്കറിയാം. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഈ റെഡ് പോർഷൻ മാത്രം നോക്കിയാൽ മതി. ഇത് ഒരു കോൺകേവ് ലെൻസും ആണ്. അപ്പൊ കോൺവെക്സ് ലെൻസും കാണിച്ചിട്ടുണ്ട്, അതിനൊക്കെ തന്നെ കോൺകേവ് ലെൻസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ കോൺവെക്സ് ലെൻസ് ആയിക്കോട്ടെ കോൺകേവ് ലെൻസ് ആയിക്കോട്ടെ, ഈ രണ്ട് ലെൻസിനും ഒരു മധ്യബിന്ദു ഉണ്ട്. ഈ മധ്യബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് പ്രകാശിക കേന്ദ്രം, ഓപ്റ്റിക് സെന്റർ. അപ്പൊ ഒരു ലെൻസിന്റെ മധ്യബിന്ദുവിനെ വിളിക്കുന്ന പേരെന്താന്ന് ചോദിച്ചാൽ പ്രകാശിക കേന്ദ്രം, ഓപ്റ്റിക് സെന്റർ എന്നാണ് വിളിക്കുന്നത്. അതേസമയത്ത് ദർപ്പണമുണ്ട്, മിറർ ഉണ്ട്, നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയുണ്ട്. അതിന്റെ മധ്യബിന്ദുവിനെ പോൾ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ദർപ്പണമാണ്, ഇവിടെ ലെൻസ് ആണ്. ലെൻസിന്റെ മധ്യബിന്ദുവിനെ ഏത് പേരിട്ട് വിളിക്കുന്നു? പ്രകാശിക കേന്ദ്രം, ഓപ്റ്റിക് സെന്റർ എന്ന് വിളിക്കുന്നു. ഇനി ഇത് ലെൻസിന്റെ ഒരു ഉപരിതലമാണല്ലോ. ഈ ഉപരിതലം ഏതോ ഒരു ഗോളത്തിന്റെ ഭാഗമായിരുന്നു ഇല്ലേ? ആ ഗോളത്തിന് ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രം എന്ന് പറയുന്നത് ഈ വക്രതയുടെയും കേന്ദ്രമാണ്. ഈ സെന്റർ എന്ന് പറയുന്നത് ഈ കർവേച്ചറിന്റെയും കൂടെ സെന്ററാണ്. അതുകൊണ്ട് ലെൻസിന്റെ ഉപരിതലം
ഉൾപ്പെടുന്ന ഗോളത്തിന്റെ കേന്ദ്രത്തെ വക്രതാ കേന്ദ്രം എന്ന് വിളിക്കുന്നു, സെന്റർ ഓഫ് കർവേച്ചർ. ഇത് വേറൊരു ഉപരിതലമാണ്, അത് ഈ ഗോളത്തിന്റെ ഭാഗമാണ്. ആ ഗോളത്തിനൊരു കേന്ദ്രമുണ്ട്, ആ ഗോളത്തിന്റെ കേന്ദ്രത്തെയാണ് ഏത് പേരിട്ട് വിളിക്കുന്നത്? വക്രതാ കേന്ദ്രം, സെന്റർ ഓഫ് കർവേച്ചർ. ലെൻസിന്റെ ഉപരിതലം ഉൾപ്പെടുന്ന ഗോളത്തിന്റെ കേന്ദ്രത്തെയാണ് ഏത് പേരിട്ട് വിളിക്കുന്നത്? വക്രതാ കേന്ദ്രം എന്ന് വിളിക്കുന്നത്. രണ്ട് സൈഡിലും ഉണ്ട്, ഇവിടെയുണ്ട് ഒരു വക്രതാ കേന്ദ്രം, ഇവിടെയുണ്ട് ഒരു വക്രതാ കേന്ദ്രം. ഈ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും കൂടെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിലൂടെ ഒരു നേർരേഖ കടന്നു പോകുമ്പോൾ നമ്മൾ അതിനെ മുൻപ് ടെക്സ്റ്റ് ബുക്കിൽ മുഖ്യ അക്ഷം എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇപ്പൊ പുതിയൊരു പേരാണ് പ്രകാശിക അക്ഷം, ഓപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കുന്നു. ഇനി ലെൻസിൽ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കാൻ സാധ്യതയുള്ള ഭാഗത്തിന്റെ വിസ്തൃതിയുണ്ട്, ആ വിസ്തൃതിയെ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. ഓക്കെ, അപ്പോ ഇത് ലെൻസുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൽ പ്രകാശിക കേന്ദ്രം ഒക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ്. ലെൻസിന്റെ മധ്യബിന്ദുവിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? പ്രകാശിക കേന്ദ്രം. ലെൻസിന്റെ ഉപരിതലം ഉൾപ്പെടുന്ന ഗോളത്തിന്റെ കേന്ദ്രത്തെ വിളിക്കുന്ന പേരാണ് വക്രതാ കേന്ദ്രം. ഈ രണ്ട് വക്രതാ കേന്ദ്രങ്ങളുണ്ട്, ഈ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിലൂടെ ഒരു നേർരേഖ കടന്നു പോകുമ്പോൾ അതിനെയാണ് ഏത് പേരിട്ട് വിളിക്കുന്നത്? മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രകാശിക അക്ഷം എന്നൊക്കെ വിളിക്കുന്നത്. പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കാൻ സാധ്യതയുള്ള ഭാഗത്തിന്റെ വിസ്തൃതി, ആ ഒരു സൈസ്, അതിനെ വിളിക്കുന്ന പേരാണ് അപ്പർച്ചർ. അപ്പൊ അടുത്തത് ഈ ലെൻസുമായി ബന്ധപ്പെട്ട് ഇനി അളവുകൾ എടുക്കുന്ന സമയത്ത് ഈ അളവുകൾക്കൊക്കെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഈ അളവുകൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് സൈൻ കൊടുക്കുമ്പോൾ ആ രീതി അറിയപ്പെടുന്ന പേരുണ്ട്. ആ രീതിയെ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്നാണ്. ചില അളവുകൾ എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ട് എടുക്കണം, ചില അളവുകൾ എടുക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അങ്ങനെ അളവുകൾക്ക് പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുമ്പോൾ അങ്ങനെ ചിഹ്നം കൊടുക്കുന്ന ആ രീതിയെ വിളിക്കുന്ന പേരാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി. ഇപ്പൊ ഇതൊരു ലെൻസ് ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആദ്യമേ അസ്യൂം ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യമേ പറയുകയാണ് പ്രകാശം ഇടത്തു നിന്നും വലത്തേക്ക് വരുന്നതായി സങ്കല്പിക്കുന്നു. ഇതാണ് പ്രകാശത്തിന്റെ ദിശ. ഇനി അളവുകളൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെ നിന്ന് എടുക്കണം? ഈ പറയുന്ന പ്രകാശിക അക്ഷം ഉണ്ടല്ലോ, പ്രകാശിക അക്ഷത്തിന് സമാന്തരമായ അളവുകൾ എടുക്കുമ്പോൾ, അങ്ങോട്ടോ ഇങ്ങോട്ടോ അളവുകൾ എടുക്കുമ്പോൾ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. ഇത് ആദ്യമേ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ആദ്യം പറയുന്ന കാര്യം പ്രകാശം എവിടെ നിന്ന് എങ്ങോട്ട് വരുന്നതായി സങ്കല്പിക്കുന്നു? ഇടത്തു നിന്നും വലത്തേക്ക് വരുന്നതായി സങ്കല്പിക്കുന്നു. പിന്നെ പ്രകാശിക അക്ഷത്തിന് ഈ കാണുന്ന റെഡ് ലൈനിലുള്ള ആക്സിസ് ഉണ്ടല്ലോ, ആ ആക്സിസിലൂടെ നിങ്ങൾ അളവുകൾ എടുക്കുകയാണെങ്കിൽ എവിടുന്ന് വേണം തുടങ്ങാനായിട്ട്? പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പൊ പ്രകാശം ഇടത്തു നിന്നും വലത്തേക്ക് വരുന്നതായി സങ്കല്പിക്കുന്നു. പ്രകാശത്തിന്റെ അതേ ദിശയിൽ ഏതെങ്കിലും അളവുകൾ എടുക്കുകയാണെങ്കിൽ ആ അളവുകൾക്കൊക്കെ ഏത് സൈൻ കൊടുക്കുക? പോസിറ്റീവ് സൈൻ കൊടുക്കുക. പ്രകാശത്തിന്റെ എതിരെ ഏതെങ്കിലും, പ്രകാശം വരുന്ന ദിശ ഇടത്തു നിന്ന് വലത്തേക്കാണല്ലോ, അതിനെതിരെ ഏതെങ്കിലും അളവുകൾ എടുക്കുകയാണെങ്കിൽ ആ അളവുകൾക്കൊക്കെ ഏത് സൈൻ കൊടുക്കുക? നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഇനി പ്രകാശിക അക്ഷത്തിന് മുകളിലേക്ക് ഏതെങ്കിലും അളവുകൾ എടുത്താൽ ആ അളവുകൾക്കൊക്കെ പോസിറ്റീവ് സൈൻ കൊടുക്കുക. പ്രകാശിക അക്ഷത്തിന് താഴേക്ക് ഏതെങ്കിലും അളവുകൾ എടുക്കുകയാണെങ്കിൽ ആ അളവുകൾക്കൊക്കെ ഏത് സൈൻ കൊടുക്കുക? നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പൊ ഇത്തരത്തിൽ സൈൻ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഓർ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നൊക്കെ വിളിക്കുന്നത്. ഇത് ഓർക്കാനുള്ള എളുപ്പവഴി നിങ്ങളുടെ എക്സ് ആക്സിസ് വൈ ആക്സിസിന്റെ കോൺസെപ്റ്റ് ഓർത്താലും മതി. എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്കറിയാം അളവുകളൊക്കെ എടുക്കുന്നത് ഒറിജിനിൽ നിന്നാണ്. ഇതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിനിൽ നിന്ന് വലത്തേക്ക് എടുക്കുന്ന അളവുകൾക്ക് പോസിറ്റീവ് സൈൻ, ഇടത്തേക്ക് എടുക്കുന്ന അളവുകൾക്ക് നെഗറ്റീവ് സൈൻ, മുകളിലേക്ക് എടുക്കുന്ന അളവുകൾക്ക് പോസിറ്റീവ് സൈൻ, താഴേക്ക് എടുക്കുന്ന അളവുകൾക്ക് നെഗറ്റീവ് സൈൻ. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചിഹ്നം കൊടുക്കുന്ന രീതിയുണ്ട്. നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസിന്റെ കോൺസെപ്റ്റിലൊക്കെ പരിചയപ്പെട്ടാണ്. ഇതേപോലെ ലെൻസുമായി ബന്ധപ്പെട്ട് അളവുകൾ എടുക്കുമ്പോൾ അളവുകൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് സൈൻ കൊടുക്കാറുണ്ട്. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഓർ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. പ്രകാശത്തിന്റെ അതേ ദിശയിൽ അളവുകൾ എടുക്കുമ്പോൾ പോസിറ്റീവ് സൈന്, എതിർ ദിശയിൽ അളവുകൾ എടുക്കുമ്പോൾ നെഗറ്റീവ് സൈന്, മുഖ്യ അക്ഷം ഓർ പ്രകാശിക അക്ഷത്തിന് മുകളിലേക്ക് എടുക്കുന്ന അളവുകൾക്ക് പോസിറ്റീവ് സൈന്, പ്രകാശിക അക്ഷത്തിന് താഴേക്ക് എടുക്കുന്ന അളവുകൾക്ക് നെഗറ്റീവ് സൈന്. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ദിലീപ് സാറിന്റെ മെന്റർഷിപ്പിലുള്ള JLA ക്ലാസ്സുകൾ, JLA ഗോൾഡ് ബാച്ചുകൾ നമ്മുടെ ടെല്ല PSC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെറും 3999 രൂപയ്ക്കാണ് നമ്മുടെ കോഴ്സ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതിനകം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ടെല്ല PSCയുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ടെല്ല PSCയുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. PYQ എക്സാംസിലൂടെയും റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും മോക്ക് എക്സാംസിലൂടെയും ഒക്കെ
നിങ്ങളെ ഈ ഒരു ജോലി നേടിയെടുക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് ടെല PSC ഈ ഒരു ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബാച്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കരുത്, ഈ ബാച്ചിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഒട്ടും താമസിക്കരുത്. നമുക്കറിയാം, ഒരുപാട് കുട്ടികളെ കഴിഞ്ഞ JLA എക്സാമിനൊക്കെ ഒരുപാട് കുട്ടികളെ ഈ റാങ്ക് സ്കോർ ചെയ്ത് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സഹായിച്ച ഒരു അധ്യാപകനാണ് നമ്മുടെ ദിലീപ് സാർ എന്ന് പറയുന്നത്. അപ്പോൾ സാറിന്റെ മെന്റർഷിപ്പിലുള്ള ഗോൾഡ് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്താണ് എന്നറിയാൻ പോവാണ്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞ പോയിന്റുകളെക്കാളും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. എന്താണ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്? ഈ ദർപ്പണത്തെ പോലെയല്ല, ലെൻസിന് രണ്ട് ഫോക്കസുകളുണ്ട്. രണ്ട് ഭാഗത്തും സുതാര്യ വസ്തു ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും ലെൻസിന് എന്തുണ്ടായിരിക്കും? ഫോക്കസ് ഉണ്ടായിരിക്കും. ഇടത് ഭാഗത്ത് ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും, വലതു ഭാഗത്ത് ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും. ഇടത് ഭാഗത്തും ഫോക്കസ് ഉണ്ട്, വലതു ഭാഗത്തും എന്തുണ്ടായിരിക്കും? ഫോക്കസ് ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യമേ മനസ്സിലാക്കി വെക്കുക, ലെൻസിന് രണ്ട് ഫോക്കസ് ആണുള്ളത്. അപ്പൊ എന്താണ് ലെൻസിന്റെ ഫോക്കസ്? കോൺവെക്സ് ലെൻസിനും ഫോക്കസ് ഉണ്ട്, അതുപോലെ തന്നെ കോൺകേവ് ലെൻസിനും ഫോക്കസ് ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഞാൻ ആദ്യം കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിനെ കുറിച്ച് പറയാം. എന്താണ് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ്? നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്, എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഈ കോൺവെക്സ് ലെൻസിന്റെ അടുത്തേക്ക് പ്രകാശരശ്മികൾ സഞ്ചരിച്ചു വരുമ്പോൾ കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? പ്രകാശരശ്മികളെ ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരും. പ്രകാശിക അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരും. ആ കൊണ്ടുവന്ന ആ ബിന്ദുവിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഏത് ലെൻസിന്റെ ഫോക്കസ്? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ്. ഇനി കോൺകേവ് ലെൻസിന്റെ അടുത്തേക്ക് പ്രകാശരശ്മികൾ വരുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? അവൻ പ്രകാശരശ്മികളെ അകറ്റിക്കളയും. അങ്ങനെ അകറ്റിക്കളയുമ്പോൾ നമ്മൾ അതിന് വിവ്രജന ലെൻസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അകറ്റിക്കളയുന്നു. അങ്ങനെ അകറ്റിക്കളഞ്ഞിട്ടാണ് ഇവൻ എന്തുണ്ടാക്കുന്നത്? ഫോക്കസ് ഉണ്ടാക്കുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഫോക്കസ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യഥാർത്ഥത്തിൽ പ്രകാശരശ്മികൾ കൂട്ടിമുട്ടി ഒരു ഫോക്കസ് ഉണ്ടായത് ഏത് ലെൻസിന്റെ കേസിലാണ്? കോൺവെക്സ് ലെൻസിന്റെ കേസിലാണ്. ആദ്യം കണ്ടെടുത്താണ്. കോൺവെക്സ് ലെൻസിന്റെ കേസിലാണ് യഥാർത്ഥത്തിൽ പ്രകാശരശ്മികൾ കൂട്ടിമുട്ടി ഒരു ഫോക്കസ് ഉണ്ടായത്. അതുകൊണ്ട് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് യഥാർത്ഥ ഫോക്കസ് ആണ്. ഇനി കോൺകേവ് ലെൻസിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ അടുത്തേക്ക് പ്രകാശം വന്നപ്പോൾ ഈ വന്ന പ്രകാശരശ്മികളെ അവൻ അകറ്റിക്കളയുക ചെയ്തേ. അപ്പൊ അകറ്റിക്കളഞ്ഞത് കൊണ്ട് ഇനി ഒരിക്കലും അവര് കൂട്ടിമുട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ കൂട്ടിമുട്ടാനുള്ള ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ പോയ രണ്ട് റേസിന്റെയും വാല് പിടിച്ച് പിറകിലേക്ക് നീട്ടുമ്പോ എനിക്ക് തോന്നുകയാണ് ഇവന്മാർ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി, ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി അകന്നു പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ്, എനിക്ക് തോന്നുകയാണ്. ആ പോയിന്റിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ്. അവിടെ എനിക്ക് ഒരു തോന്നൽ ഉണ്ടാക്കുക ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ആ ഫോക്കസ് എന്ന് പറയുന്നത് മിഥ്യാ ഫോക്കസ് ആണ്, വെർച്വൽ ഫോക്കസ് ആണ്. ഇനി ഫോക്കസ് ദൂരം എന്താന്ന് നോക്കാം. ഈ പ്രകാശിക കേന്ദ്രം ഉണ്ടല്ലോ, ലെൻസിന്റെ മധ്യബിന്ദു, പ്രകാശിക കേന്ദ്രം മുതൽ ഫോക്കസ് വരെയുള്ള അകലത്തെ ആയിരുന്നു ഏത് പേരിട്ട് വിളിച്ചത്? ഫോക്കസ് ദൂരം എന്ന് വിളിച്ചത്. ഇപ്പൊ ഞാൻ പ്രകാശിക കേന്ദ്രം മുതൽ ഫോക്കസ് വരെയുള്ള അകലം എടുക്കുമ്പോൾ ആ അകലത്തെയാണ് ഞാൻ ഏത് പേരിട്ട് വിളിക്കുന്നത്? ഫോക്കസ് ദൂരം. ഇവിടെ വലത്തേക്കാണ് എടുത്തേക്കുന്നത്. അപ്പുറത്താണെങ്കിലോ പ്രകാശിക കേന്ദ്രം മുതൽ ഫോക്കസ് വരെയുള്ള അകലത്തെയാണ് ഏത് പേരിട്ട് വിളിക്കുന്നത്? ഫോക്കസ് ദൂരം. ഇടത്തേക്കാണ് എടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഒക്കെ വെച്ച് ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഓർക്കാനുള്ള എളുപ്പവഴിയൊക്കെ ഞാൻ പറഞ്ഞു തന്നു. വലത്തേക്ക് എടുക്കുന്ന അളവുകൾ പോസിറ്റീവ് സൈന്, ഇടത്തേക്ക് എടുക്കുന്ന അളവുകൾ നെഗറ്റീവ് സൈന്, മുകളിലേക്ക് എടുക്കുന്ന അളവുകൾ പോസിറ്റീവ് സൈന്, താഴേക്ക് എടുക്കുന്ന അളവുകൾ നെഗറ്റീവ് സൈന്. അപ്പൊ ഇവിടെ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരത്തിന് ഏത് സൈനാ കൊടുക്കേണ്ടത്? പോസിറ്റീവ് സൈനും. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരത്തിന് ഏത് സൈനാ കൊടുക്കേണ്ടത്? നെഗറ്റീവ് സൈനുമാണ്. പഠിക്കാനുള്ള എളുപ്പവഴിയുണ്ട്. ഇവിടെ കോൺവെക്സ് എന്ന് എഴുതുമ്പോൾ ഏറ്റവും അവസാനം ഒരു എക്സ് ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. കോൺവെക്സിന്റെ ഏറ്റവും അവസാനം എക്സ് ഉണ്ട്. ആ എക്സ് ചരിച്ചിടുമ്പോൾ പോസിറ്റീവ് സൈൻ പോലെ വരും. സോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരത്തിനാണ് ഏത് സൈൻ വരുന്നത്? പോസിറ്റീവ് സൈന്. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരത്തിനാണ് ഏത് സൈൻ വരുന്നത്? നെഗറ്റീവ് സൈന്. അടുത്തത് എന്താണ് ലെൻസിന്റെ പവർ? നമ്മൾ അതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെൻസിന്റെ പവർ. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമത്തെയാണ് ഏത് പേരിട്ട് വിളിക്കുന്നത്? ലെൻസിന്റെ പവർ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫോക്കസ് ദൂരം എന്താണെന്ന് കണ്ടല്ലോ. പ്രകാശിക കേന്ദ്രം മുതൽ ഫോക്കസ് വരെയുള്ള ദൂരത്തെയാണല്ലോ നമ്മൾ ഏത് പേരിട്ട് വിളിച്ചത്? ഫോക്കസ് ദൂരം എന്ന് വിളിച്ചത്. അപ്പൊ ആ ഫോക്കസ് ദൂരത്തിന്റെ റെസിപ്രോക്കൽ വിൽക്രമം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ വിൽക്രമത്തെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ലെൻസിന്റെ പവർ എന്ന് വിളിക്കുന്നത്. P is equal to എന്താണ് ഇക്വേഷൻ? 1/f എന്ന ഇക്വേഷൻ പറയാൻ സാധിക്കും. ഓർ F is equal to 1/p എന്ന ഇക്വേഷൻ പറയാൻ സാധിക്കും. ഈ ഇക്വേഷനും ഇതുമായുള്ള ന്യൂമറിക്കലും ഒക്കെ LGS എക്സാം ലെവല്
ഒരു ഡിഗ്രി ലെവൽ എക്സാം വരെയും PSC ചോദിക്കുന്ന ചോദ്യമാണ്. സോ ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം നമുക്കറിയാം എവിടം തൊട്ട് എവിടം വരെയുള്ള അകലമായിരുന്നു. പ്രകാശിക കേന്ദ്രം മുതൽ ഫോക്കസ് വരെയുള്ള അകലത്തെയാണ് ഫോക്കസ് ദൂരം എന്ന് വിളിച്ചത്. ആ ഫോക്കസ് ദൂരത്തിന്റെ റെസിപ്രോക്കൽ എടുത്താൽ, വ്യുൽക്രമം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ലെൻസിന്റെ പവർ കിട്ടും. സോ പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ P is equal to 1/f or F is equal to 1/P. ഈ ലെൻസിന്റെ പവറിന് ഒരു SI യൂണിറ്റ് ഉണ്ട്. ലെൻസിന്റെ പവറിന്റെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡയോപ്റ്റർ ആണ് ലെൻസിന്റെ പവറിന്റെ SI യൂണിറ്റ്. ക്യാപിറ്റൽ ലെറ്റർ D ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. ഈ ലെൻസിന്റെ പവറുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് വരുമ്പോൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട അപ്പോൾ ലെൻസിന്റെ പവറുമായി ബന്ധപ്പെട്ട് ന്യൂമറിക്കൽസ് വരുമ്പോൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ ലെൻസിന്റെ പവറുമായി ബന്ധപ്പെട്ട് ന്യൂമറിക്കൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം ഈ ലെൻസിന്റെ പവറിന്റെ SI യൂണിറ്റ് ഡയോപ്റ്റർ ആണല്ലോ. ഈ ഡയോപ്റ്ററിൽ പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ദൂരം ഏത് യൂണിറ്റിലായിരിക്കണം? മീറ്ററിലായിരിക്കണം. ഡയോപ്റ്ററിൽ പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ദൂരം ഏത് യൂണിറ്റിലായിരിക്കണം? മീറ്ററിലായിരിക്കണം. അപ്പൊ ഇവിടെ PSC ഇവിടെ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? PSC എന്നല്ല, ഏതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അന്നൊക്കെ ലെൻസിന്റെ പവറുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഈ എക്സാമിന് ക്വസ്റ്റ്യനകത്ത് ഫോക്കസ് ദൂരം തരുന്നത് സെന്റിമീറ്ററിലായിരിക്കും. അപ്പൊ ആ സെന്റിമീറ്ററിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് എങ്ങോട്ട് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം. ഈ സെന്റിമീറ്ററിനെ എങ്ങനെയാ മീറ്ററിലോട്ട് മാറ്റുന്നത്? സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. നേരെ മറിച്ച് മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റേണ്ട സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. അപ്പൊ ഈ ഒരു കൺവേർഷൻ അറിഞ്ഞിരിക്കണം. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കേണ്ടി വരും. നമ്മൾ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം. ഇനി ഈ ലെൻസിന്റെ പവറിന് ഒക്കെ ഈ പോസിറ്റീവ് സൈന് നെഗറ്റീവ് സൈൻ ഒക്കെ നേരത്തെ പറഞ്ഞ കണക്ക് പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും ഒക്കെ കൊടുക്കാറുണ്ട്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിന്റെ പവർ, ഫോക്കസ് ദൂരം ഇത് രണ്ടും പോസിറ്റീവ് സൈൻ ആയിരിക്കും. നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കോൺവെക്സ് എന്ന് എഴുതുമ്പോൾ ഏറ്റവും അവസാനം ഒരു എക്സ് ഉണ്ട്. ആ എക്സ് ചരിച്ചിടുമ്പോൾ പോസിറ്റീവ് സൈൻ പോലെ വരും. സോ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ആ കോൺവെക്സ് ലെൻസിന്റെ പവറിനും ഫോക്കസ് ദൂരത്തിനും ഏത് സൈൻ ആയിരിക്കും? പോസിറ്റീവ് സൈൻ. ഇത് തിരിച്ചിടുമ്പോൾ പോസിറ്റീവ് സൈൻ പോലെ വരുമെന്ന് ആലോചിച്ചാൽ മതി. സോ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിന്റെ പവറും ഫോക്കസ് ദൂരവും പോസിറ്റീവ് സൈൻ ആയിരിക്കും. കോൺകേവ് ലെൻസ് ആണെങ്കിൽ പവറും ഫോക്കസ് ദൂരവും നെഗറ്റീവ് സൈൻ ആയിരിക്കും. ഇനി പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ അതിന്റെ പവർ 0 ആയിരിക്കും, ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നു വിചാരിക്കുക. 10 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിന്റെ പവർ കണക്കാക്കുക. അപ്പോ ഈ ലെൻസിന്റെ ഫോക്കസ് ദൂരം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10 സെന്റിമീറ്റർ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താണ്? പവർ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണെന്ന് മനസ്സിലാക്കി ആദ്യമേ ചെയ്യേണ്ട കാര്യം ഈ ഫോക്കസ് ദൂരത്തെ എവിടുന്ന് എങ്ങോട്ട് മാറ്റണം? സെന്റിമീറ്ററിൽ നിന്നും എങ്ങോട്ട് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ ആദ്യം അതങ്ങ് ചെയ്യാം. ഫോക്കസ് ദൂരം F is equal to 10 divided by 100. 0 വെട്ടിപ്പോവും. നമുക്ക് എത്ര കിട്ടും? ഫോക്കസ് ദൂരം ഇപ്പം മീറ്ററിൽ കിട്ടി 1/10 മീറ്റർ. ഇനി ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പവർ കണ്ടുപിടിക്കണം. പവർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 1/f. അതായത് ഈ കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ, ഇതിനെ നേരെ തിരിച്ചങ്ങിട്ടാൽ മതി. സോ P is equal to 1/f തിരിച്ചിടുമ്പോൾ 10/1. ദാറ്റ് ഈസ് 10/1 എന്ന് പറഞ്ഞാൽ 10 ഡയോപ്റ്റർ എന്ന് കിട്ടും. 1/f തിരിച്ചിടുമ്പോൾ 1/10 തിരിച്ചിടുമ്പോൾ 10/1 എന്ന് കിട്ടും. സോ ആൻസർ 10 ഡയോപ്റ്റർ ആണ്. അടുത്ത 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിന്റെ പവർ കണക്കാക്കുക. അപ്പൊ ഫോക്കസ് ദൂരം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര സെന്റിമീറ്റർ എന്നാ പറഞ്ഞേക്കുന്നത്? 20 സെന്റിമീറ്റർ. പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം സെന്റിമീറ്ററിനെ എങ്ങോട്ട് മാറ്റുക? മീറ്ററിലോട്ട് മാറ്റുക. പവർ കണ്ടുപിടിക്കണം, സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണം. സോ F is equal to 20 divided by 100. 0 വെട്ടിപ്പോയി. ഇനി വെട്ടാൻ അറിയത്തില്ല എങ്കിൽ അങ്ങനെ ഇട്ടേക്കുക. 2/10 മീറ്റർ എന്ന് കിട്ടി. പവർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എന്താ പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? P is equal to 1 ഫോക്കസ് ദൂരം 1/f. അതായത് ഈ കിട്ടിയ ഫോക്കസ് ദൂരത്തെ നേരെ തിരിച്ചിട്ടാൽ മതി. 2/10 തിരിച്ചിടുമ്പോൾ 10/2. 10/2 എന്ന് പറഞ്ഞാൽ 5 ഡയോപ്റ്റർ. അപ്പൊ 5 ഡയോപ്റ്റർ ആയിരിക്കും ഈ ലെൻസിന്റെ എന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പവർ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വരുമ്പോ PSC ഏത് യൂണിറ്റിലെ തരുത്തോളൂ? സെന്റിമീറ്ററിലെ തരുത്തോള്. നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് എങ്ങോട്ട് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം. നെക്സ്റ്റ് തിരിച്ചും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പവർ തരും, ഫോക്കസ് ദൂരം ചോദിക്കും. ഉദാഹരണത്തിന് പവർ 4 ഡയോപ്റ്റർ എന്ന് പറയുകയാണ്. പവർ 4 ഡയോപ്റ്റർ എന്ന് പറയുന്നു. ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ പറയുന്നു. ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ F is equal to 1/P. That is F is equal to 1/4.
ഈ 1/4 നമ്മൾ ചെയ്ത് നോക്കുകയെന്ന് വിചാരിക്കുക. 1/4 ചെയ്ത് നോക്കുമ്പോൾ അടങ്ങത്തില്ല, പോയിന്റ് കൊടുത്തു, 0 കൊടുത്തു, 4 2 8, 10 8 പോയ 2 0, I4 20. I4 20. സോ ഫോക്കസ് ദൂരം F is equal to 0.25. ഇവിടെ ഡയോപ്റ്ററിലല്ലേ പവർ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? 0.25 മീറ്റർ എന്നായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. 0.25 മീറ്റർ. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇത് ഓപ്ഷനിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു ചെറിയ കാര്യം ഓർത്തു വെച്ചേക്കണം. ചിലപ്പോൾ PSC ഈ മീറ്ററിനെ കൺവേർട്ട് ചെയ്ത് സെന്റിമീറ്ററിലുള്ള വാല്യൂ ഓപ്ഷനിൽ കൊടുത്തേക്കും. അപ്പോൾ മീറ്ററിനെ എങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നത്? സെന്റിമീറ്ററിലോട്ട് ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 0.25 ചിലപ്പോ അങ്ങനെ കൊടുക്കാറുണ്ട്. നമുക്ക് കിട്ടുന്നത് മീറ്ററിലാണ്. അപ്പൊ 0.25 ഇൻറ്റു എന്ത് ചെയ്യണം? 100 ചെയ്യണം. 0.25 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, 2 പൂജ്യം ഉണ്ട്. അപ്പൊ ഇതിനെ വലത്തോട്ട് ചാടിക്കാൻ 2 ഡെസിമൽ പ്ലേസിനെ, സോ 25 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ 0.25 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ബൈ ഡിഫോൾട്ട് നമുക്ക് മീറ്ററിലാണ് കിട്ടുന്നത്. പക്ഷെ ചിലപ്പോൾ PSC കൺവേർട്ട് ചെയ്ത് എങ്ങോട്ട് കൊടുത്തേക്കും? സെന്റിമീറ്ററിലേക്ക് കൊടുത്തേക്കും. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഇതിനടുത്ത് 2 ഡയോപ്റ്റർ പവർ ഉള്ള ലെൻസിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഇത് കണക്കൊരു ചോദ്യമാണ്. പവർ 2 ഡയോപ്റ്റർ ആണെന്ന് പറഞ്ഞേക്കാണ്. പവർ 2 ഡയോപ്റ്റർ ആണ്. ഫോക്കസ് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. F is equal to 1/P ആണ്. സോ F is equal to 1/2 ആണ് ചെയ്യേണ്ടത്. നമ്മൾ 1/2 സൈഡിലോട്ട് മാറ്റി ചെയ്ത് നോക്കും. 1/2 അടങ്ങത്തില്ല, പോയിന്റ് കൊടുത്തു, 0 കൊടുത്തു, I2 10. ഓക്കെ. സോ എനിക്ക് കിട്ടുന്ന ഉത്തരം F is equal to നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ബൈ ഡിഫോൾട്ട് മീറ്ററിലാണ് കിട്ടുന്നത്. 0.5 മീറ്റർ എന്ന് കിട്ടും. ഇനി 0.5 മീറ്റർ ചിലപ്പോൾ PSC കൺവേർട്ട് ചെയ്ത് സെന്റിമീറ്ററിൽ കൊടുക്കും. അപ്പൊ എങ്ങനെയാ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് ആക്കുന്നത്? 0.5 ഇൻറ്റു 100. ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ ഒരു പൂജ്യം അങ്ങ് മാറി കിട്ടും. പിന്നെ അടുത്ത പൂജ്യം ഈ 5ന്റെ കൂടെ ചേർന്ന് വരും. സോ 50 സെന്റിമീറ്റർ. അപ്പൊ ഇതാണ് പവർ കണ്ടുപിടിക്കാനുള്ളതും അതുകൊണ്ട് തന്നെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനുമായിട്ടുള്ള ചോദ്യം. ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്, ന്യൂമറിക്കൽസ് ചോദിച്ചിട്ടുണ്ട്. LGS എക്സാം മുതൽ ഡിഗ്രി ലെവൽ എക്സാം വരെയും PSC ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ലെൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇന്ന് തെരഞ്ഞെടുത്തത്. അപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടെന്ന പ്രതീക്ഷയിൽ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കറിയാം എല്ലാ PSCയുടെ ഓപ്പറേഷൻ കാക്കി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നിങ്ങളെ കാക്കി അണിയുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് എല്ലാ PSC നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഗോൾഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. CPO, ഫയർമാൻ എക്സൈസ്, ബൈജു സാറിന്റെയും രഞ്ജിത് സാറിന്റെയും JK സാറിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഗോൾഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു all.